നാണമുണ്ടോ ഈ മനുഷ്യൻ? എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയാണ്. ഒന്നും എന്നെ യേശില്ല. ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കെ സുധാകരനൊക്കെ എന്തിനാണ് മറുപടി കൊടുക്കുന്നത് എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. കെ സുധാകരനെ ഒരു വില പോലും കൽപ്പിക്കുന്നില്ല പിണറായി വിജയൻ. നമസ്കാരം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ നന്ദി പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിയമസഭയിൽ പലരുടെയും പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടായ ഒരു ദിവസം കൂടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വി.ഡി. സതീശൻ, പി.വി. അൻവർ എം.എൽ.എ തുടങ്ങി വിവാദങ്ങൾക്ക് മറുപടിയുമൊക്കെ ഇന്ന് സഭയിൽ കണ്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ മകളുമായും ബന്ധപ്പെട്ടുകൊണ്ട് ചില ആക്ഷേപങ്ങൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ UDF-ഉം ഒക്കെ ഒരുപാടായി ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൊല്ലത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് 6 മണിയോടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ചില എക്സാലോജിക്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് മറുപടി നൽകിയിരുന്നില്ല. പക്ഷേ ഇന്ന് നിയമസഭയിൽ വി.ഡി. സതീശനും കെ സുധാകരനും കുമ്പക്കുഴി സുധാകരനും ഒക്കെ കുറേയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, അതിന് എണ്ണി മറുപടി പറയുകയാണ് പിണറായി വിജയൻ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എൻ്റെ കുടുംബത്തെ പറഞ്ഞോളൂ, എനിക്കതൊന്നും ഏശില്ല. കാരണം ഇതെല്ലാം ഞാൻ ഒരുപാട് കേട്ടതാണ്, ഇത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പണ്ടൊക്കെ വിഷമമുണ്ടായിരുന്നു തനിക്ക്, കുടുംബത്തെയൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകും. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിരം പരിപാടി ഇതാണെന്ന് മനസ്സിലായതോടെ ആ വിഷമമൊന്നും ഇപ്പോൾ ഇല്ല. കാരണം തൻ്റെ കൈകൾ ശുദ്ധമാണ്. ഈ കൈകൾ ശുദ്ധമാവുന്നിടത്തോളം കാലം തനിക്ക് ആരെയും ഭയപ്പെടേണ്ട. നിങ്ങൾ മനസ്സമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും, അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും. മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ 2ാം പിണറായി സർക്കാരാണ്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈന്തപ്പഴത്തിൽ സ്വർണം, ഖുർആനിടെ സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചെമ്പിൽ സ്വർണ്ണക്കടത്ത് എന്നതടക്കമുള്ള പല ആക്ഷേപങ്ങളുമായി രംഗത്തെത്തി. ജനം അതെല്ലാം തള്ളിക്കളഞ്ഞു. നിങ്ങളിനി സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അത്തരം പൊയ്മുഖങ്ങളൊക്കെ, അത്തരം പൊഴിയായ ആരോപണങ്ങളൊക്കെ പൊളിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ആ വക വർത്തമാനമായിട്ട് തൻ്റെ അടുത്തിട്ട് വരണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കൂടാതെ കൈതോലപ്പായ, കമല ഇന്റർനാഷണൽ, സിംഗപ്പൂർ യാത്ര, അങ്ങനെ എന്തെല്ലാം യാത്രകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് സ്വർണ്ണക്കടത്ത് എന്ന ആക്ഷേപവുമായി ബന്ധപ്പെട്ട് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോര കുടിച്ചവരല്ലേ ഈ കോൺഗ്രസ്സുകാരെ. എന്നിട്ട് എന്തായി മറുപടി കേട്ടോ. ഇവിടെ വീണ്ടും നിങ്ങൾ ബിരിയാണി ചെമ്പ്, സ്വർണ്ണക്കടത്ത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതായി കേട്ടു. കൈതോലപ്പായ, ഇപ്പം അതിനെല്ലാം മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ചിലരെങ്കിലും മറന്നു കാണാനിടയില്ല. സിംഗപ്പൂർ യാത്ര 100 തവണ, അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു നടന്നായിരുന്നു. എല്ലാ കാര്യമൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പിന്നെ ടെക്നിക്കാലിയ, ഇനി ആ പേരേ കേൾക്കുന്നില്ല. കമല ഇന്റർനാഷണൽ, അതും പിന്നെ കേൾക്കുന്നില്ല. പിന്നെ കൊട്ടാരം പോലുള്ള വീട്, അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു, അത് ഓർക്കുന്നില്ലേ. ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള നാട് നിറയെ നിക്ഷേപങ്ങൾ, ഏത് പിന്നെ സ്ഥലം കണ്ടാലും അത് ഇയാളതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ. ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. മകൾ വീണ വിജയനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു. അദ്ദേഹം യാത്ര പോകുമ്പോൾ ഭാര്യയെ കൂടെ കൊണ്ടുപോകുന്നതിനെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ അത് ഏൽക്കുന്നില്ല. പിണറായി വിജയനെ ഏത് തരത്തിലും തളർത്താൻ നോക്കിയിട്ടും അദ്ദേഹം തളരുന്നില്ല. അപ്പോഴാണ് മകളെ
ഉപയോഗിക്കാം, അല്ലെങ്കിൽ മകളെ വെച്ചൊരു കളി കളിക്കാമെന്ന തീരുമാനമുണ്ടാകുന്നത്. അങ്ങനെ മകളെ വെച്ച് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. മകൾ വീണ വിജയൻ കമ്പനി സ്വന്തമായി തുടങ്ങുന്നത് എങ്ങനെ? അത് താൻ അനധികൃതമായി സമ്പാദിച്ച പൈസയൊന്നുമല്ല. വീണ വിജയന്റെ അമ്മ, അതായത് പിണറായി വിജയന്റെ ഭാര്യ, അവരുടെ പെൻഷൻ തുക ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. ആ തുക കൊടുത്ത് ഇതാ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങും. അങ്ങനെ അത് ആ രീതിയിലാണ് തുടങ്ങിയതെന്ന് നിയമസഭയിൽ പോലും അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുകയാണ്. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങും, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി, സ്വന്തമായിട്ട് തുടങ്ങുക. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാവില്ല. ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ, മനസ്സമാധാനമാണ് പ്രധാനം. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു നിയമസഭയിലെ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ നേതാവ്, മന്ത്രിമാരുടെ നേതാവ്, അല്ലെങ്കിൽ ആ കക്ഷിയുടെ MLA-മാരുടെ നേതാവ്, അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കസേരയിൽ നിന്നും തന്നെ ചവിട്ടി താഴെയിടാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ തുടരൂ, ജനം ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും, അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും. അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആവശ്യമുണ്ടാകാം. ഈ ടീമിന് ഇപ്പോൾ ഞാനാണല്ലോ ഒരു നേതാവ് എന്ന് പറയാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ആരിരുന്നാലും ഇവിടെ ഇരിക്കുന്നയാളാണല്ലോ നേതാവ്. അതിൻ്റെ ഭാഗമായി ആ കസേരയിൽ ഇരിക്കുന്നയാളെ ഇടിച്ചു താഴ്ത്തൽ, ഇകഴ്ത്തി കാണിക്കൽ നിങ്ങളുടെ രാഷ്ട്രീയമായൊരാവശ്യമായിരിക്കാം. നിങ്ങളത് നടത്ത്. ജനം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാലം തീരുമാനിക്കട്ടെ. അടുത്ത അവസരം നമ്മുടെ കെ സുധാകരൻ, കുമ്പക്കടി സുധാകരനാണ്. സുധാകരൻ ഈ പറഞ്ഞു നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി എന്ത് മനുഷ്യൻ, മുഖ്യമന്ത്രി ആരാണ്, മുഖ്യമന്ത്രി എന്ന വൃത്തികെട്ടവൻ എന്നതടക്കം പല ആക്ഷേപങ്ങളും, അത് അൺപാർലമെന്ററി വാക്കുകളാണ് പല സമയത്തും ഉപയോഗിക്കുന്നത്. ഏതാണ്ട് അമേരിക്കയിൽ പോയപ്പോൾ നമ്മൾ അവിടെ നിന്നും കേട്ടതാണ് ഒരു പരിപാടിയിൽ പറഞ്ഞ വാക്കുകൾ. അവനൊക്കെ, അവൻ, ഇവൻ, യവൻ എന്നൊക്കെ തുടങ്ങി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്. അതിലും മറുപടി എന്ന നിലയ്ക്കല്ല. കെ സുധാകരനൊക്കെ മറുപടി കൊടുക്കാനൊന്നും പിണറായി വിജയൻ ഇല്ല. കാരണം എന്താ? കെ സുധാകരനൊക്കെ എന്തിനാണ് മറുപടി കൊടുക്കുന്നത് എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. കെ സുധാകരൻ എന്ത് പറഞ്ഞാലും അദ്ദേഹം അതിന് മറുപടി പറയാറില്ല. പക്ഷേ അവസാനം ഇപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്നു. കാരണം കെ സുധാകരനെ ഒരു വില പോലും കൽപ്പിക്കുന്നില്ല പിണറായി വിജയൻ. ഇന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാരണം പ്രധാനമന്ത്രി കഴിഞ്ഞ 2 തവണയായി ഇപ്പോൾ കേരളത്തിൽ പ്രധാനമന്ത്രി വന്നു പോകുന്നു. ഒന്ന് പാർട്ടിയുടെ പരിപാടി, അതായത് പക്ക BJP പരിപാടി എന്ന നിലയിലേക്ക് ഒരു പരിപാടിക്ക് വരുന്നു. അന്ന് തൃശ്ശൂരിൽ അദ്ദേഹം വന്നിറങ്ങുന്നു. പക്ഷെ അന്ന് സ്വീകരിച്ചത് ഔദ്യോഗികമായി ജില്ലാ കളക്ടർ അടക്കമുള്ളവരാണെന്ന് തോന്നുന്നു. 2ാം തവണ മറ്റു ചില പദ്ധതികൾക്ക് വേണ്ടി, പരിപാടികൾക്ക് വേണ്ടി ഒക്കെ. അങ്ങനെ 2 തവണ വന്നപ്പോഴും അതിൽ ഔദ്യോഗിക പരിപാടികളും ഉണ്ടായിരുന്നു, രാഷ്ട്രീയ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവരെ സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുന്നത്. സ്വാഭാവികമായും അതൊരു പ്രോട്ടോക്കോളാണ്. അതങ്ങനെ തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി BJP-കാരനാകട്ടെ, മുഖ്യമന്ത്രി CPM-കാരനാകട്ടെ, ആ സ്ഥാനത്തിനാണല്ലോ പ്രാധാന്യം. അതുകൊണ്ട് ആ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി ചെല്ലുന്നു. പരിപാടിയിലേക്ക്, എല്ലാ വിമാനത്താവളത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ചെല്ലുന്നു. ആ സമയത്ത് അഭിവാദ്യം ചെയ്യുന്നു. ആ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി പിണറായി വിജയൻ്റെ കൈ കൂടി ചേർത്ത് പിടിക്കുന്നു. ആ ഒരു ചിത്രം വളരെയധികം കോൺഗ്രസ്സുകാരത് പ്രചരിപ്പിച്ചു. അതായത് ഇവർ എല്ലാം പറഞ്ഞ് കോംപ്രമൈസാക്കി, ഇനി മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിച്ചു. ആ സമയത്താണ് ഈ ആക്ഷേപം ഉന്നയിച്ചവർക്ക് മുന്നിൽ ഒരു മറുപടിയുമായി പിണറായി വിജയൻ ഇന്ന് രംഗത്തെത്തിയത്. നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നു, മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ സ്വീകരിക്കാൻ പോയി. അപ്പോൾ സാധാരണഗതിയിൽ ഒന്ന് വണങ്ങുന്നു. എന്താ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? അതെനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുക. മുഖ്യമന്ത്രി അല്ല, തമാശയായിട്ട് ചോദിക്കുന്നതല്ലേ. മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഇരുന്നിരുന്നല്ലോ, പ്രധാനമന്ത്രിയായിട്ട് മോദി ഉണ്ടായിരുന്നല്ലോ. ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല. ആ സ്വീകരിച്ച ചിത്രവും നിങ്ങളെടുത്ത് നോക്കൂ, എന്ത് വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത് എന്ന് നോക്കിക്കോളൂ. അല്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ പറയുമായിരുന്നല്ലോ. അതല്ലല്ലോ, അദ്ദേഹം നിങ്ങൾക്ക് ഏറ്റവും ഒടുവിലുണ്ടായ മുഖ്യമന്ത്രി അദ്ദേഹമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കുന്നത്. അദ്ദേഹം സ്വീകരിച്ച രീതി എന്താണ്?
അതായത് പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് താൻ അവിടെ ചെന്നത് എന്നടക്കമുള്ള കാര്യമാണ് പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പറയുന്നു നിങ്ങളുടെ പരമോന്നത നേതാവായ രാഹുൽ ഗാന്ധി, അതോടൊപ്പം കേരളത്തിലെ പരമോന്നതനായ കുമ്മക്കുഴി സുധാകരൻ. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിൽ ഒന്ന്, രാഹുൽ ഗാന്ധിക്കിട്ട് തന്നെ ആയിരുന്നു കൊട്ട്. രാഹുൽ ഗാന്ധി പോയി പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നു. അങ്ങനെയൊന്നും താൻ ചെയ്തിട്ടില്ലല്ലോ. ഇനി നിങ്ങളുടെ പരമോന്നത നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. എന്താ സർ ചെയ്തത്? അവിടുന്ന് സ്വീകരിക്കലായിരുന്നു. ഏതായിരുന്നു സാഹചര്യം? ഇത് കേരളത്തിലേക്ക് വരുന്ന ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ബാധ്യതയാണ് ഈ കസേരയിലിരിക്കുന്ന ആർക്കായാലും ഉള്ളത്. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഞാൻ സംസാരിച്ചു കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നു, സതീശൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ നടക്കുമോ? അങ്ങനെ നടക്കാറുണ്ടോ സാധാരണ? അപ്പോൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തോ ഒരു ഭയങ്കര കാര്യം? ഞാനെന്തോ ഈ അദ്ദേഹത്തേക്ക് കാണുമ്പോൾ ഇങ്ങനെ മുട്ട് കുറച്ച് പോകുന്നതാണ്. ഞാൻ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്തിനാണ് അത്തരം ഒരു ബാലിശമായ പരാമർശങ്ങളിലേക്ക് പോകുന്നത്? ഏത് മുഖ്യമന്ത്രിയാണ്? ആകെ ചന്ദ്രശേഖർ റാവു കാണിച്ചിരുന്നു. ചന്ദ്രശേഖർ റാവു നിങ്ങളെ മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ പറ്റുമോ? ചന്ദ്രശേഖർ റാവു അവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കാണിച്ചിരുന്നു, അദ്ദേഹം നിലപാടെടുത്തിരുന്നു. അത് അന്യായമായ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നു വന്നപ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു നിലപാടെടുത്തിരുന്നു. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ബാധ്യതയല്ലേ അത്? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കണ്ടേ? പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ? നമ്മൾ വളരെ കടുത്ത രീതിയിലൊക്കെ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോൾ പരസ്പരം വിമർശിക്കുന്നുണ്ടാവും. പക്ഷെ മനുഷ്യരെന്ന രീതിയിലുള്ള പരസ്പര ബന്ധം ഉണ്ടാവും. മറ്റൊരു കാര്യം, സാക്ഷാൽ കുമ്പക്കുഴി സുധാകരനെ കുറിച്ച സംഭവം. അതായത് തിരുവനന്തപുരത്തേക്ക് രണ്ടുപേരും കൂടി വരുന്ന ഒരു ദിവസം, അത് വിമാനമാണല്ലോ, പലരും അതിനകത്തുണ്ടാവും. വിമാനത്തിൽ വെച്ച് ഇദ്ദേഹത്തെ കാണുന്നു, കെ സുധാകരനെ പിണറായി വിജയൻ കാണുന്നു. ഉടനെ ചിരിക്കുന്നു. എങ്ങോട്ടാണ്? കുറച്ച് നേരത്തെ ഒരു സംഭാഷണം. ആ സംഭാഷണം നടത്തുന്നു, അദ്ദേഹം ഇറങ്ങിപ്പോയിരുന്നു. പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകരാണ് കെ സുധാകരൻ പറയാം, എന്നെ നോക്കി ചിരിക്കുന്നു പിണറായി വിജയൻ, എന്ത്? അത്തരത്തിൽ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നു. എൻ്റെ തന്നെ ഒരു അനുഭവം ഉണ്ടല്ലോ, നിങ്ങൾ ഓർത്താൽ മതിയല്ലോ. ഞാനൊരു ദിവസം ഫ്ലൈറ്റിൽ വരികയാണ് എറണാകുളത്തേക്ക്. എഴുന്നേറ്റപ്പോൾ തൊട്ടു മുന്നിൽ ചപ്പുറത്തായിട്ട് സുധാകരനുണ്ട്. സുധാകരൻ തിരിയുന്നു, ഞാൻ എഴുന്നേറ്റപ്പോൾ നേരെ നിങ്ങൾ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു, നിങ്ങളുണ്ടെന്ന് ഞാനും കേട്ടു എന്ന് പറഞ്ഞു. എന്താ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്, ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതാണ്, അല്ല എനിക്കിവിടെ പരിപാടിയുണ്ട്, എല്ലാം കഴിഞ്ഞു പറഞ്ഞ് ഞാൻ ഇറങ്ങി പോകുന്നു. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? നാണമുണ്ടോ ഈ മനുഷ്യൻ? എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയാണ്. ഞാൻ എന്താ വേണ്ടിയിരുന്നത്? ഞാൻ അയാളെ ഭയന്നിട്ടാണോ? സുധാകരൻ എന്ന നിങ്ങളുടെ നേതാവിനെ ഭയന്നുകൊണ്ടാണോ ഞാൻ അദ്ദേഹത്തോട് രോഗ്യം പറഞ്ഞത്? സാധാരണ ഒരു മര്യാദയില്ല, നമ്മളെല്ലാം ആളുകൾ കാണുകയില്ലേ? സാധാരണ മര്യാദ അനുസരിച്ച് എൻ്റെതായ മര്യാദ ഞാൻ കാണിക്കണ്ടേ? അതല്ലേ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഭയന്നതുകൊണ്ടോ എൻ്റെ മുട്ടിങ്ങനെ അടിച്ചതുകൊണ്ടോ ആണ്? ഇതൊക്കെ നാം തമ്മിൽ സാധാരണഗതിയിൽ കാണിക്കേണ്ട ഒരു മര്യാദയിൽപ്പെട്ടതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതാണ് ഓർക്കേണ്ടത്. അത്തരത്തിൽ കെ സുധാകരന്റെ നടപടിയെ കൂടിയാണ് മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഒന്ന്, മകളുമായി ബന്ധപ്പെട്ട വീണ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളിൽ ഒരു മറുപടി. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുമായി എല്ലാം കോംപ്രമൈസ് ആക്കി ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്ന രീതിയിൽ പറഞ്ഞ ചില വാക്കുകൾക്കും മറുപടി. ഈ മറുപടികളിൽ നിന്നും കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു, തൻ്റെ കൈ ശുദ്ധമാണ്, അതുകൊണ്ട് തനിക്ക് ആരെയും ഭയപ്പെടാനില്ല. KPCC ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ലീഗ് ആകട്ടെ, UDF അങ്ങ് കുത്തിയിരുന്ന് തന്നെ ആക്ഷേപിച്ചോളൂ, തനിക്കൊരു പ്രശ്നവുമില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്.